അപ്പോൾ ഊജുവിനെ ഹീറോയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഹീറോയിനോട് രക്ഷപ്പെട്ടെടുത്ത് വെച്ചാണ് ആദ്യ ഭാഗം അവസാനിച്ചത്. ടെഹുങ് ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. അവൻ ആ വീടെല്ലാം നോക്കിക്കാണും. ഒരു റൂം തുറക്കുമ്പോൾ അതിൽ ചേട്ടൻ്റെയും ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും കൂടി ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അവനെ ആരോ കോൾ ചെയ്യും. അതെടുക്കുമ്പോൾ ഓഫീസിൽ നിന്ന് മറ്റോ ആണ്. ഏതോ ഡോക്യുമെൻ്റ് ഇമെയിൽ ചെയ്യാൻ പറയും. അർജൻറ്റാണ്, ഇപ്പം തന്നെ വേണം. ഊജു വന്ന് അവനെ നോക്കി തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞിനെയും കൊണ്ട് അവൻ എന്ത് ചെയ്യാനാ? അവനിപ്പോൾ ഊജുവിനെയും അവൻ്റെ ബണ്ണിയെയും പൊക്കിയെടുത്ത് പുറത്തേക്ക് പോകും. അടുത്തത് കുഞ്ചിന്റെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. അവൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഫോണിൽ ഊജുവിനെ കാണുമ്പോൾ അവനിപ്പോൾ ഓക്കെ ആണോ വന്ന് അവൾ ഓർക്കും. ടേഹുങ് കുഞ്ഞിനെ അവൻ താമസിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകും. ഇതിനെ ഇപ്പോൾ എവിടെയാ വെക്കുക? അവസാനം ഒരു കസേരയിൽ കൊണ്ടിരുത്തും. കൊച്ചെ, ഇവിടെ മിണ്ടാതിരുന്നോണം, അനങ്ങിപ്പോകരുത്, മനസ്സിലായോ നിനക്ക്? ഊജു അവൻ്റെ മോന്തക്കിട്ട് ഒരു അടി കൊടുക്കും. അല്ല പിന്നെ, ഊജുവിനോട് കളി വേണ്ട. അവൻ ഫ്രിഡ്ജിൽ കുഞ്ഞിന് വല്ലതും കൊടുക്കാനുണ്ടോയെന്ന് തപ്പുവാണ്. അതിൽ കുറച്ച് ബിയർ മാത്രമേ ഉള്ളൂ. അവനൊരു ബർഗർ എടുക്കും. ഊജുവാണെ എനിക്ക് താന്ന് പറഞ്ഞ് കൈ നീട്ടും. അവൻ ഇത്തിരി നുള്ളി വായിൽ വെച്ച് കൊടുക്കും. എങ്ങനെയുണ്ട്? ഇതുവരെ നീ തിന്നതിൽ ഏറ്റവും നല്ലതല്ലേ? ആന്ന് ഊജു പറയും. അവൻ ചിരിച്ച് ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് സോസിൽ മുക്കി കൊടുക്കും. ഊജു അത് തന്നെ വാങ്ങി കടിച്ചു തിന്നും. സൂപ്പർ അല്ലേ? ഊജുവിനെ ഇഷ്ടപ്പെട്ടിട്ട് അവനെ ഒപ്പാന്ന് വിളിക്കും. അവനത് കേട്ട് ഒരു നിമിഷം മിണ്ടാതിരിക്കും. കഴിക്കുന്നു പറഞ്ഞ് മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ ജോലി ചെയ്യാനായി കസേരയിൽ പോയിരിക്കും. ഇപ്പോൾ ഹുൻജുൻ ഇൻ്റർവ്യൂ തകർക്കുവാണ്. അവൾ ചേച്ചി ഉണ്ടാക്കി തരുന്ന ഫുഡിനെക്കുറിച്ചും ആ ഓർമ്മകളെക്കുറിച്ചും എല്ലാം പറയും. ഞാൻ BS ഫുഡ് കമ്പനിയിൽ ജോയിൻ ചെയ്ത ആളുകളുടെ മെമ്മറിയെ ചെറിഷ് ചെയ്യുന്ന തരത്തിലുള്ള ഫുഡ് ഉണ്ടാക്കാൻ ശ്രമിക്കും. ടേഹുങ് ഇപ്പോൾ അവൻ്റെ സാധനങ്ങളെല്ലാം തൂത്ത് തുടച്ചു വെക്കുവാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഊജു ഒരു കുപ്പി പാലുമായിട്ട് വരുന്നുണ്ട്. അവനത് നിലത്ത് മറിച്ച് കളയും. ടേഹുങ് ഓടി വന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കും. അടുത്തത് അവൻ്റെ ഫർണിച്ചർ ബേബീസാണ്. ഊജു അതെല്ലാം വലിച്ച് താഴെയിടും. അവൻ വേഗം വന്ന് അതെല്ലാം പെറുക്കി വെക്കും. അവൻ കുടിച്ചുകൊണ്ടിരുന്ന ബിയർ ഊജു അവൻ്റെ ബണ്ണിയെ വെച്ച് താഴെയിടും. രക്ഷയില്ലാതെ അവൻ അതും വൃത്തിയാക്കുമ്പോഴാണ് അടുത്തത് കാണുന്നത്. അവൻ്റെ കട്ടിൽ മുഴുവൻ സോസ് തേച്ച് വെക്കുകയാണ്. സോസ് കൊണ്ടൊരു ചിത്രം തന്നെ വരയ്ക്കുന്നുണ്ട്. കുറച്ച് വായിലും വെക്കും. അവന് ഭ്രാന്ത് പിടിച്ച് അലറും. ആ അപ്പാർട്ട്മെൻറ്റ് മുഴുവൻ നടുങ്ങും. ഊജുവാണെ അതിലും ഒച്ചയിൽ കരയും. ആളുകളെല്ലാം ഡോറ് തുറന്ന് പുറത്തിറങ്ങി വരും. ഇതെന്താ സംഭവം എന്നോർത്ത് അവരെല്ലാം നോക്കും. ഊജു കരയുന്നത് കണ്ടിട്ട് നീ എന്തിനാ കാർന്നേ, ഞാനല്ല കരയേണ്ടതെന്ന് പറഞ്ഞ് അവൻ ഒച്ചയിടും. വല്ലാത്തൊരു സ്മെല്ല് വന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കും. ഊജു ഒന്നും അറിയാത്തതുപോലെ നിൽപ്പുണ്ട്. അവൻ ഞെട്ടി പുറകോട്ട് മാറും. ഊജുവിൻ്റെ ഡ്രസ്സ് മഞ്ഞ കളറായി വരുന്നുണ്ട്. അവൻ മൂക്ക് പൊത്തി ഓടും. ഇപ്പോൾ അവൻ ഊജുവിനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് പോവാണ്. അവൻ ഹുഞ്ചിനെയാണ് വിളിക്കാൻ ശ്രമിക്കുന്നത്. ഊജുവാണ് എനിച്ചത് വേണമെന്ന് പറഞ്ഞ് ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ട്. നിനക്ക് എന്തൊരു കനവാ? ഊജു കൈ നീട്ടി ഫോൺ പിടിക്കാൻ ചെല്ലുമ്പോൾ അവൻ്റെ കൈ തട്ടി ഫോൺ റോഡിലേക്ക് വീഴും. ഉടനെ തന്നെ ഒരു കാറ് വന്ന് അതിൻ്റെ മുകളിലൂടെ കയറും. എന്ത് ചെയ്യാനാ? ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഹുൻജിൻ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുവാണ്. അവിടെ ഒരു സ്ഥലത്ത് ആളുകൾ ഓടിക്കൂടുന്നത് അവൾ കാണും. അവളും അങ്ങോട്ട് ചെല്ലും. നമ്മുടെ ഊജു ഇവിടെ തകർത്തു വാരുവാണ്. പോപ്കോൺ എല്ലാം എടുത്ത് വലിച്ചെറിയും. അവിടെയുള്ള ഫുഡ് പാക്കറ്റെല്ലാം തള്ളി താഴെയിടും. കുപ്പികളെല്ലാം നിലത്തേക്ക് മറിച്ചിടും. ഇതെന്താ സംഭവം എന്നോർത്ത് അവളും പോയി നോക്കും. അവിടെ ഉണ്ടായിരുന്ന ബലൂണിൻ്റെ വള്ളി ഊരി വീടും. അത് മുകളിലേക്ക് പോയി ഇടിച്ച് പൊട്ടി വീഴും. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന ഭാവത്തിൽ ഊജു ഇരിപ്പാണ്. അവളൊന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് അതാരാണെന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ പുറകിൽ നിന്ന് ടേഹുങ് ഹണി ഇവിടെ എന്ന് പറഞ്ഞ് അവളെ വിളിക്കും. അവൻ ചിന്തിക്കുന്നത് ഞാൻ മാത്രം അങ്ങനെ നാണം കെട്ടാ പോരാ, ഇതിപ്പോൾ നിൻ്റെ അവസരമാണ്. അവൻ അവളോട് ഹണി നിൻ്റെ ഇൻ്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു എന്ന് വിളിച്ച് ചോദിക്കും. അവളിപ്പോൾ അവനെ ഉന്തി പുറത്തേക്ക് കൊണ്ടുവരും. ഹണി നിനക്ക് ഭ്രാന്താണോ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടും. അവൻ കൊച്ചിനെ താഴെ വെച്ചിട്ട് ദേ ഇവനെ തിരിച്ചെടുത്തു എന്ന് പറയും. അവൾ നോക്കുമ്പോൾ കൊച്ചിൻ്റെ ദേഹത്ത് മുഴുവൻ അഴുക്കും ചെളിയുമാണ്. നിനക്കെന്താ ബോധമില്ലേ? ഇങ്ങനെയാണോ പിള്ളേരെ നോക്കുന്നത്? നീ കമ്പനിയിൽ ഉണ്ടാക്കി വെച്ച പ്രശ്നം നോക്ക്. ഞാനും ഒരു വിക്ടിമാ. എൻ്റെ സ്ഥലം ഇപ്പോൾ കിടക്കുന്ന കാണണം. എനിക്ക് ഭ്രാന്ത് പിടിക്കാതിരുന്നത് ഭാഗ്യം. ഇപ്പോൾ ഒരൊച്ച കേൾക്കും. വീണ്ടും അതേ മണം. ഇവനെ എടുത്തോണ്ട് പോ ഇപ്പം തന്നെ. നിക്ക്, ഞാൻ ആദ്യം ഡയപ്പർ എടുക്കട്ടെ എന്ന് അവൾ പറയും. അവൻ ആ ബണ്ണിയെ അവളുടെ കയ്യിൽ കൊടുത്ത് അവനെ എടുത്തോണ്ട് പോ. അവളത് നേരെ തിരിച്ചു കൊടുത്തിട്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞേ. അവൻ പിന്നെയും നീ തന്നെ ഡയപ്പർ മാറ്റിയാൽ മതി, ഞാൻ പോവാ. അവൾ അവനെ പിടിച്ചു നിർത്തി നീ എവിടെ പോവാ, നീയും ഇതിന് സഹായിക്കണം അങ്കിൾ എന്ന് പറയും. എത്ര തവണ പറഞ്ഞു ഞാൻ അവൻ്റെ അങ്കിളല്ല എന്ന്. അവരെ നോക്കുമ്പോൾ ഊജുവിനെ കാണില്ല. അവൻ ആ പരിസരത്തേ ഇല്ല. ഊജു ചക്കരയെന്ന് വിളിച്ച് അവർ ചുറ്റും നോക്കും. അവനിപ്പോൾ വെള്ളത്തിൽ പോയി കളിക്കുവാണ്. അവിടെ നിന്ന് ഒരു കളിപ്പാട്ടവും കയ്യിലെടുക്കും. അവനെ കണ്ട് ഊജു എന്ന് വിളിച്ച് അവൾ ഓടും. പുറകെ അവനും. കൊച്ച് വെള്ളം കണ്ട സന്തോഷത്തിൽ ഓടി നടക്കും. ടേഹുങ് അവളെ തള്ളി നീ പോ നീ കൊച്ചിൻ്റെ ആൻറ്റിയല്ലേ, പോയി അവനെ എടുത്തോണ്ട് വാന്ന് പറയും.
ഇപ്പോൾ വെള്ളം ഒന്ന് ഓഫാകും. അവർ ഉള്ളിൽ കയറും. അപ്പത്തേക്ക് വെള്ളം പിന്നെ ഉയരും. അവരാകെ മൊത്തം നനയും. ഊജു ഓട്ടോ ആണ്. അവരവനെ വിളിച്ചുകൊണ്ട് പുറകെ ചെല്ലും. അവസാനം എങ്ങനെയൊക്കെയോ അവനെ പോയി പിടിച്ചെടുത്തുകൊണ്ട് പുറത്തേക്ക് വരും. സീരിയസ് ആയിട്ടും നമ്മളിനി ഒരിക്കലും കാണണ്ട. ഊജു നിന്നോടും കൂടെയാ, നീ പോയി പണി നോക്കടാന്ന് പറഞ്ഞ് അവളും വിട്ടുകൊടുക്കില്ല. അവർ രണ്ടും ദേഷ്യപ്പെട്ട് രണ്ട് വഴിയെ പോകും. ഇപ്പോൾ അടുത്ത ദിവസം ടേഹുങ് ജോഗിങ് എല്ലാം കഴിഞ്ഞ് പുതിയൊരു ഫോൺ വാങ്ങി വരുവാണ്. അവനത് ഓൺ ആക്കുമ്പോൾ തന്നെ പ്ലംബറുടെ മെസ്സേജ് വരും. നീ എന്താ ഫോൺ എടുക്കാതെ? നിന്റെ സ്ഥലത്ത് ഇപ്പോൾ വെള്ളം പൊക്കുവാ. ഞാൻ ആ ഫൗണ്ടേഷൻ പൊളിക്കരുതെന്ന് വാൺ ചെയ്തതല്ലേ. പ്ലംബിങ് മൊത്തം പൊളിഞ്ഞു പോയി. അവൻ്റെ വീട്ടിലൂടെ ഇപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവനത് കണ്ട് ഞെട്ടും. ഇന്നലെ നിന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് അയാൾ പറയും. ഇത് ഡേഞ്ചറസ് ആണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. നമ്മളിനി എന്ത് ചെയ്യുന്ന അവൻ ചോദിക്കും. എന്ത് ചെയ്യാനാ? വർക്ക് ഡിലേ ആയി. ഇത് ഉണങ്ങുന്നത് വരെ ഇനി കാത്തിരിക്കണം. ചേട്ടാ, അപ്പോൾ എനിക്കിനി എപ്പോഴും ഇങ്ങോട്ട് താമസം മാറ്റാൻ കഴിയുക? 1 മാസമെങ്കിലും പിടിക്കുമെന്ന് പറഞ്ഞ് അയാൾ പോകും. അയ്യോ എന്ന് പറഞ്ഞ് അവൻ വെള്ളം എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ 2 പേര് അവൻ ഓർഡർ ചെയ്ത സോഫയായിട്ട് അങ്ങോട്ട് വരും. ഈ പണി തീരാത്ത വീട്ടിൽ സോഫ ഇനി എവിടെ വെക്കാനാ? ഈ വെള്ളത്തിലിരുന്ന് എൻ്റെ സോഫ പോവല്ലോ എന്ന് അവൻ പറയുന്നുണ്ട്. അവനിപ്പോൾ ആ സോഫയും പൊക്കിയെടുത്ത് പോവാണ്. ആ കൊച്ചുചെറുക്കൻ എൻ്റെ ഫോൺ നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ, അല്ല ആ പെണ്ണ് കൊച്ചിനെ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു എന്ന് അവൻ പറയും. സത്യമായിട്ടും ഞാൻ ഒരിക്കലും അവളുമായിട്ട് ഒരു ഡീലിനും ഇല്ല. അവൻ ഇപ്പം താമസിക്കുന്ന വീട്ടുടമയെ വിളിച്ച് ഞാൻ 1 മാസം കൂടെ അവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കും. പക്ഷേ വേറൊരാൾ ഓൾറെഡി കോൺട്രാക്റ്റ് ആയിന്ന് അവർ പറയും. അവൻ മറ്റ് പലയിടത്തും വിളിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു വീട് അവന് കിട്ടില്ല. ഇനി എന്ത് ചെയ്യുന്നോർത്തിരിക്കുമ്പോൾ ഒരു ഐഡിയ അവന് കത്തും. ഇപ്പോൾ ഹുൻജിൻ കിടന്ന് നല്ല ഉറക്കമാണ്. പുറത്ത് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഊജു അവളെ അടിച്ചെഴുന്നേൽപ്പിക്കും. ഒരു ട്രക്ക് സാധനമായിട്ട് വരുവാണ്. അതിൻ്റെ ബഹളമാണ് കേൾക്കുന്നത്. എന്താ സംഭവം എന്നറിയാൻ അവൾ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വരും. എക്സ്ക്യൂസ് മീ, ഇത് ഏത് വീട്ടിലേക്കാണെന്ന് അവൾ ചോദിക്കും. 206ലേക്കാണെന്ന് അവർ പറയും. 206ഓ? സാധനം കൊണ്ടുപോകുമ്പോഴാണ് അതിൻ്റെ പുറകിലെ ടേഹു നിൽക്കുന്നത് കാണുന്നത്. അവൾ അന്തം വിടും. അവൻ അവളെ കൈ കാണിക്കും. ഹായ് ഊജു. അവനിപ്പോൾ സാധനങ്ങൾ ഓരോന്നായിട്ട് വീട്ടിൽ കൊണ്ടുവെക്കുവാണ്. ഇതെന്താ സംഭവം എന്ന് അവൾ ചോദിക്കും. ആ ബേബിയുടെ ആൻറ്റി, ഞാനും ഊജുവായി നല്ല കെമിസ്ട്രി ആണെന്നല്ലേ നീ പറഞ്ഞേ. ഞാനിവിടെ വന്ന് കുഞ്ഞിനെ വളർത്തുവാണെങ്കിൽ നിനക്ക് സന്തോഷമാവുമെന്ന് നീ പറഞ്ഞില്ലേ? അതിന് നീ അത് ശരിക്കെടുത്തോ? ഇത് ഊജുവിൻ്റെ വീട് തന്നെയാ, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ താമസിക്കുമല്ലേ. അതിനെന്താ പ്രശ്നമെന്ന് അവൻ ചോദിക്കും. നമുക്ക് ഒരുമിച്ച് സഹകരിച്ചങ്ങ് പോവാ. എന്ത് സഹകരിക്കാന്ന് പറഞ്ഞ് അവൾ മാറിയോടും. അതെങ്ങനെ ശരിയാവും? നമ്മൾ രണ്ടും ഒരുമിച്ച് താമസിക്കാനോ? എങ്കിൽ നിൻ്റെ കയ്യിൽ 5.5 മില്യൺ എടുക്കാനുണ്ടാവുമോ? 5.5 മില്യണോ? നീ എന്താ പറയുന്നേ? എൻ്റെ നഷ്ടപരിഹാരം. അവൻ ഫോൺ എടുത്ത് ഊജു ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പുകൾ കാണിക്കും. ഇത് നീ കൊച്ചിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് പോയ ദിവസത്തെയാണ്. സീറ്റ് മാറ്റാൻ 1 മില്യൺ, കാർപ്പറ്റ് ക്ലീനിങ്ങിന് 1 മില്യൺ, മൊബൈൽ റിപ്പയറിന് 1 മില്യൺ. ഇനിയും കൺവിൻസ് ആയില്ലെങ്കിൽ നീ ഇതുകൂടി കാണ്. ഇതും അന്നത്തെ തന്നെയാണ്. ഊജു എൻ്റെ ഫോൺ നശിപ്പിച്ചതുകൊണ്ട് പണിക്കാർ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല. അത് കാരണം എൻ്റെ വീട് മുഴുവൻ നാശമായി. ഇനി 1 മാസം കഴിഞ്ഞ് എനിക്കങ്ങോട്ട് മാറാൻ കഴിയൂ. ഇതിൻ്റെ എല്ലാം കൂടെയുള്ള ബില്ലാണ് 5.5 മില്യൺ. അവൾ ചിരിച്ച്, നീ സീരിയസ് ആയിട്ടും ഇവിടെ നിൽക്കാൻ പ്ലാൻ ചെയ്യുന്നില്ലല്ലോ അല്ലേ? ഇതെൻ്റെ താൽക്കാലിക ഷെൽട്ടറാണെന്ന് പറഞ്ഞ് അവനവിടെ ഇരിക്കും. പക്ഷേ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ. മാത്രമല്ല നീ ഒരാണും ഞാനൊരു പെണ്ണും അല്ലേ? ഫീലിങ്സ് മ്യൂച്വൽ അല്ലേ? ഞാൻ നിന്നെ ഊജുവിൻ്റെ ആൻറ്റി ആയിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ അത് സെറ്റിലായി, നമുക്കിവിടെ ഒരുമിച്ച് കഴിയാം. ഇല്ല, അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് അവൾ പ്രശ്നം ഉണ്ടാക്കും. അല്ല, ഞാനെന്തിനാ നിന്നോട് സമ്മതം ചോദിക്കുന്നേ? നിൻ്റെ ലോജിക്ക് പ്രകാരം ഈ വീടിൻ്റെ ഓണർ ഊജു അല്ലേ? അവൻ കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് നീ എന്ത് പറയുന്നു, എനിക്കിവിടെ നിൽക്കാവോ എന്ന് ചോദിക്കും. ഊജു മൂളും. അവളത് തീരെ പ്രതീക്ഷിച്ചില്ല. വേണമെന്ന് അവൻ ഉറക്കെ പറയും. കണ്ടോ, അവൻ സമ്മതിച്ചു. ടേഹുങ്ങിന് സന്തോഷമാവും. അവനിപ്പോൾ സാധനങ്ങൾ ഓരോന്നായി വീട്ടിൽ കൊണ്ടുവെക്കുവാണ്. ഒന്നും മിണ്ടാനാവാതെ അവൾ അവിടെ ഇരിക്കും. അവസാനം അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകും. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ അവൾ മെല്ലെ എഴുന്നേറ്റ് വരും. അവിടെ കാണുന്ന കാഴ്ച കണ്ട് അവൾ ഞെട്ടും. ടേഹുങ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി. ഊജു മണി അടിക്കുമ്പോഴേക്ക് കോഫി കൊണ്ട് മുന്നിൽ വയ്ക്കും. അവൾ വന്നിട്ട്, ഊജു നിൻ്റെ പായിൽ എന്താ ചോക്ലേറ്റ് അല്ലല്ലോ എന്ന് ചോദിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് നമുക്ക് ഹോർമോൺ ഫ്രീ ചിക്കനും ഓർഗാനിക് റൈസും നാടൻ ക്യാബേജുമാണ്. അവൻ്റെ ഒരു കഷ്ണം കുക്കുമ്പർ എടുത്ത് അവളുടെ വായിൽ തള്ളും. ദീർഘായുസിന് ഇത് നല്ലതാ. പിന്നെ ഒരു ബോട്ടിൽ കൊടുത്തിട്ട് ഇത് നിനക്കുള്ള വൈറ്റമിൻ ഡി എന്ന് പറയും. അവൾ ടോയ്ലറ്റിൽ ചെല്ലുമ്പോഴാണ് ശരിക്കും ഞെട്ടുന്നത്. അവിടെയെല്ലാം വെട്ടിത്തിളങ്ങുവാണ്. എല്ലാം നല്ല അടുക്കും ചിട്ടയിലും ഇരിക്കുന്നു. പുറത്താണെങ്കിൽ വൂജുവിൻ്റെ ഡ്രസ്സ് മുഴുവൻ അലക്കി ഉണക്കാനിട്ടിരിക്കുവാണ്. അവളെ ജനലിലൂടെ നോക്കുമ്പോൾ ടേഹുങ്ങും വൂജുവും കൂടി നല്ല കളിയാണ്. അവൻ കൊമള പറപ്പിച്ചു വിടും. വൂജു വന്നിട്ട് പുറകെ ഓടും. അടുക്കളയാണ് പിന്നെ പറയണ്ട, എല്ലാം നല്ല ക്ലീൻ ആയിരിക്കുവാണ്. അവളെ തൊട്ട് നോക്കുമ്പോൾ അവിടെയൊന്നും ഒരു പൊട്ടി പോലും ഉണ്ടാവില്ല. ഇതെല്ലാം കണ്ട് അവൾക്ക് സന്തോഷമാവും. പെട്ടെന്ന് അവൾക്ക് ബോധം വന്നിട്ട്, ഹുൻജിൻ ഇതിൽ നീ വീണ് പോകരുതെന്ന് സ്വയം ഓർമ്മിപ്പിക്കും.
അവളുടെ ഫോണിലൊരു മെസ്സേജ് വരും. നോക്കുമ്പോൾ അവൾ ഇൻ്റർവ്യൂ പാസ്സായി ജോലി കിട്ടിയെന്നുള്ള അറിയിപ്പായിരിക്കും. അവൾ അത് കണ്ട് തുള്ളിച്ചാടും. അവർ വരുമ്പോൾ ഊജു എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിക്കും. ഓ കൺഗ്രാറ്റ്സ് ഊജു, ക്ലാപ്പ് ചെയ്യ്. അവൻ കൈയടിക്കും. ആൻറ്റിക്കൊരു തംസപ്പ് കൊടുത്തേ, അവൻ അതും കാണിക്കും. നീ ഇവിടെ തന്നെ ഇരിക്കാതെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കറങ്ങിയിട്ട് വാ, പോയി ജോലിക്ക് വേണ്ട ഡ്രസ്സ് വാങ്ങ്. ഊജുവിൻ്റെ കാര്യമോ വീടിൻ്റെ കാര്യമോ ഓർത്ത് പേടിക്കണ്ട. അടുത്ത സീനിൽ ആൻറ്റി പോവാ, ബൈ പറ. അവർ രണ്ടും കൂടെ അവൾക്ക് ടാറ്റ കൊടുക്കും. ഊജു ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങും. അവളിപ്പോൾ ഫ്രണ്ടിനെ ചെന്ന് കണ്ടിട്ട് അവനാണും ഞാനൊരു പെണ്ണും അല്ലേ, ഞങ്ങളെങ്ങനെയാ ഒരുമിച്ച് താമസിക്കുക? അവൻ്റെ കൂടെ കിടക്കണം എന്നാരും പറഞ്ഞില്ലല്ലോ, വെറും ഹൗസ് മേറ്റ്, വേറൊന്നും വേണ്ട. എനിക്കതിലൊരു പ്രശ്നവും തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ അത് നല്ലതാ, കൊച്ചിൻ്റെ കാര്യവും വീട്ടുകാര്യവും എല്ലാം ഈക്വലായി ഡിവൈഡ് ചെയ്യാം. ഈക്വലായിട്ടോ? അവളത് ഓർക്കും. അവൻ്റെ ചിന്ത വരുന്നതേ അയ്യോ വേണ്ട, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിപ്പോയി, പക്ഷേ ഇന്ന് ഞാൻ അവനെ ചവിട്ടി പുറത്താക്കും. ടേഹിങ് ഇപ്പോൾ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒരു മാസം ആ പെണ്ണിനെ സോപ്പിട്ട് അവിടെ നിന്നാൽ എനിക്ക് വാടക കാശ് ലാഭിക്കാം. അവൻ്റെ ഫ്രണ്ട്സും അവിടെയുണ്ട്. ഒരുത്തൻ കൊച്ചിനെ നോക്കുവാണ്. മറ്റവൻ പറയും നിന്റെ ഫർണിച്ചർ സൂക്ഷിക്കാൻ വേണ്ടി വേലക്കാരനായിട്ടല്ലേ? ടേഹുങ്ങ് വടി വെച്ച് അവൻട്ടൊരു കുത്തു കൊടുത്തിട്ട് വേലക്കാരനായിട്ടല്ല, ഇതാണ് സ്ട്രാറ്റജി. എല്ലാ ചെലവും കൂടിയായി ഉള്ള കാശ് മുഴുവൻ തീർന്നു, ലോണാണെ അടയ്ക്കാറുമായി. നീ ഇനി അവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാലൊന്ന് ഫ്രണ്ട് ചോദിക്കും. അവളെ ഇഷ്ടപ്പെടാനോ? ഈ ജന്മത്തതുണ്ടാവില്ല. പക്ഷേ അവൾ നിന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഒഴിവാക്കില്ലേ? ഇല്ല, വിധി പോലും എൻ്റെ കൂടെയാ. അവൾക്കൊരു ജോലി കിട്ടി. അതിന് അവൾ നിൻ്റെ പ്ലാൻ പോലെ ചെയ്യുമോ? നോക്കിക്കോ, 10 മിനിറ്റിനുള്ളിൽ അവൾ എന്നെ വിളിക്കും. 10 മിനിറ്റോ? അവർ ടിക് ടിക് എണ്ണും. ഇപ്പോൾ ഫ്രണ്ട് അവളോട് അവനെ ഒരു അസിസ്റ്റൻ്റായി കണക്കാക്കിയാൽ മതി, ഉപയോഗിച്ചിട്ട് ഉപേക്ഷിച്ചേക്ക്, എന്തായാലും നിനക്കല്ലേ പവർ ഉള്ളത്. എന്നാലും അത് ശരിയാവോ? കുഞ്ചൻ, നിന്റെ ആ പഴഞ്ചൻ മൈൻഡ് സെറ്റ് മാറ്റി അതിൻ്റെ ബെനിഫിറ്റ്സ് ചിന്തിച്ചു നോക്ക്. ഇപ്പോൾ അവൻ്റെ ഫോൺ ബെല്ലടിക്കും. 3 പേരും തിരിഞ്ഞു നോക്കും. അവളുടെ മെസ്സേജാണിത്. ചില കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ? രാത്രി 7-ന് ലിവിംഗ് റൂമിൽ വെച്ച് സംസാരിക്കാം. ഇപ്പോൾ അവരുടെ വട്ടമേശ സമ്മേളനമാണ് നടക്കുന്നത്. 1 മാസം, എക്സാക്ട്ലി 1 മാസം, അതിൽ കൂടാൻ പാടില്ല. 9 തൊട്ട് 6 വരെ എൻ്റെ ജോലി സമയം, നീ കൊച്ചിനെ നോക്കണം. അവൻ സമ്മതിക്കും. പിന്നെ അപ്പാർട്ട്മെൻറ്റ് വൃത്തിയായി സൂക്ഷിക്കണം. ഓക്കെ, പക്ഷേ എല്ലാം 50-50 ആണ്. ആ, വെള്ളവും ഗ്യാസും കറണ്ടും വൈഫൈയും എല്ലാം സ്പ്ലിറ്റ് ആക്കാം. അവൻ അതും സമ്മതിക്കും. അവളിപ്പോൾ അവനെ കൊണ്ട് എഗ്രിമെൻ്റ് എഴുതി സൈൻ ചെയ്യിപ്പിക്കും. എന്നിട്ട് അവൾ കൈ നീട്ടും, അവനും കൈ കൊടുക്കും. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയ എന്തൊക്കെ പുകിലുകളായിരിക്കും ഉണ്ടാവുക, അത് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.